ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. നമ്പർ 1, ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺ? പ്രോട്ടോണിനെ ആരാണ് കണ്ടുപിടിച്ചത്? ഗോൾഡ്സ്റ്റൈൻ. റുദർഫോർഡ് എന്നെഴുതിയാലും മാർക്ക് കിട്ടും. റുദർഫോർഡ് എന്നെഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. ഇലക്ട്രോണെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ ജെ തോംസൺ. ന്യൂട്രോണുകളെ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോണുകളെ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. പക്ഷേ ദ എക്സിസ്റ്റൻസ് ഓഫ് ന്യൂട്രോൺ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ റുദർഫോർഡ്. ഒരു ആറ്റത്തിലൊരു ന്യൂട്രൽ പാർട്ടിക്കിൾ ഉണ്ടെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്ത റുദർഫോർഡ് ആണെങ്കിലും അതിനെ ഐസൊലേറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ, വേർതിരിച്ചാരെന്ന് ചോദിച്ചാൽ ചാഡ്വിക് ബെറീലിയം ആറ്റത്തിലേക്ക് ആൽഫ പാർട്ടിക്കിളിനെ വെച്ചടിപ്പിച്ചു. He2 4 ഹീലിയം ന്യൂക്ലിയസ്. അപ്പോൾ ഒരു സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ടായി, കാർബൺ 12ൻ്റെ ഐസോട്ടോപ്പ് ഉണ്ടായി. അപ്പോൾ 9 4 13. അപ്പോൾ ഒരു മാസ് ഉള്ള ചാർജ് 0 ഉള്ളൊരു പാർട്ടിക്കിൾ ഉണ്ടായി. അതാണ് ന്യൂട്രൽ പാർട്ടിക്കിൾ. റദർഫോർഡ് പറഞ്ഞ ന്യൂട്രൽ പാർട്ടിക്കിൾ എന്ന് പ്രപ്പോസ് ചെയ്ത് ഇതിനെ വേർതിരിച്ചത് ചാഡ്വിക് ആയതുകൊണ്ട് ന്യൂട്രോണുകളെ കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് ചാഡ്വിക്കിന് പോയി. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. IUPAC നെയിം ഓഫ് എൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 1 2 3. 1ന് നമ്മൾ എന്താ പറയുക? അൺ. ഓക്കെ. 2ന് ബൈ, 3ക്ക് ട്രൈ, പിന്നെ IUM കൂടെ ചേർക്കുക. IUM. അപ്പോൾ അൺ ബൈ ട്രൈയം. അതിൻ്റെ സിമ്പിൾ എന്താണ്? UBT. ഓക്കെ. അൺ ബൈ ട്രൈയം. ഇനി മൂന്നാമത്തെ ചോദ്യം. സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ ഈസ്. sp3 ഹൈബ്രിഡേഷൻ്റെ സ്ട്രക്ചർ എന്താ? ഫോർ എക്സാമ്പിൾ കാർബൺ 4 ബോണ്ട് ആക്കുന്നു. ആ 4 ബോണ്ട് ഒരു ടെട്രാഹീഡ്രൻ്റെ 4 മൂലയിലേക്ക് വരും. എത്ര ആംഗിൾ കിട്ടുന്ന രീതിയിൽ? 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹെഡ്രൽ ജോമെട്രി. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഒരു സെൻട്രൽ ആറ്റം. അതുണ്ടാക്കുന്ന എല്ലാം ബോണ്ടിങ് പെയർ ആണെങ്കിൽ അതിന് റെഗുലർ ജോമെട്രി ഉണ്ട്, ടെട്രാഹീഡ്രൽ. sp ലോൺ പെയർ ഒന്നുമില്ല, രണ്ടും ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ബോണ്ടിങ് പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂൾ ലീനിയറാണ്. ഫോർ എക്സാമ്പിൾ ബെറിലിയം ക്ലോറൈഡ്. എന്നാൽ BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ് അല്ലേ, ഇത് 3 സിഗ്മ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റ്, ഒരു എസും 2 പി. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ. അപ്പോൾ ടെട്രാഹീഡ്രൽ sp3 ഹൈബ്രിഡൈസേഷൻ റെഗുലർ ജോമെട്രി. sp2 ഹൈബ്രിഡേഷൻ ആണെങ്കിൽ റെഗുലർ ജോമെട്രി ട്രയഗണൽ പ്ലാനാർ വിത്ത് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. 2 ബോണ്ടിങ് പേസ് അല്ലേ. sp ഹൈബ്രിഡേഷൻ ലോൺ പെയർ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അത് ലീനിയർ ജോമെട്രി ആയിരിക്കും വിത്ത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹോട്ട് കോഫി ഇൻ എ തെർമോപ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇപ്പോൾ തെർമോഫ്ലാസ്കിൽ ഒരു ഹോട്ട് കോഫി വെച്ച് കഴിഞ്ഞാൽ അതിലെ ഹീറ്റ് പുറത്തേക്കും പോകത്തില്ല, മാസും പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ പുറത്തുനിന്ന് ഹീറ്റ് എനർജി അകത്തേക്ക് പറ്റില്ല. ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആൻഡ് ദർ ഇസ് നോ മാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ആൻഡ് സച്ച് എ സിസ്റ്റം ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്താണ്? മാസും ഹീറ്റും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ദ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് മാസ് ആൻഡ് എനർജി വിത്ത് ഇറ്റ് സറൗണ്ടിങ്. അതാണ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഒരു ഓപ്പൺ ഫ്ലാസ്കിൽ ഹീറ്റ് ചെയ്താൽ ഓപ്പൺ സിസ്റ്റമാണ്. ഇനി ക്ലോസ് സിസ്റ്റം ഉണ്ട്. അവിടെ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി വിത്ത് ദ സറൗണ്ടിങ് ബട്ട് നോട്ട് മാസ് എക്സ്ചേഞ്ച് ഇല്ല, പക്ഷേ എനർജി എക്സ്ചേഞ്ച് നടക്കും. എന്നാൽ സിസ്റ്റം വിച്ച് കനോട്ട് എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാസ് വിത്ത് ഇറ്റ് സറൗണ്ടിങ് ഈസ് കോൾഡ് ആൻ ഐസൊലേറ്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ അപ്പോൾ സിസ്റ്റം 3 ടൈപ്പാണ്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ മാസും എനർജിയും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ് സിസ്റ്റത്തിൽ ആര് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ? എനർജി മാത്രം എക്സ്ചേഞ്ച് ചെയ്യും, മാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം ക്ലോസ്ഡ് ആയതുകൊണ്ട് പുറത്ത് പോകത്തില്ല. ഐസൊലേറ്റ് സിസ്റ്റത്തിൽ മാസും എക്സ്ചേഞ്ച് ഇല്ല, എനർജിയും എക്സ്ചേഞ്ച് ഇല്ല ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ. ഇനി അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ H2O2. ഒരു ഹൈഡ്രജൻ +1 ആണ്, അപ്പോൾ 2 ഹൈഡ്രജൻ +2, അപ്പോൾ 2 ഓക്സിജൻ -2, അപ്പോൾ ഒരു ഓക്സിജൻ -1. അപ്പോൾ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -1. ഓർത്തിരിക്കുക,
പെറോക്സൈഡ്. പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ O2 2-. അപ്പോൾ O2 2-. പെറോക്സൈഡിൻ്റെ പ്രത്യേകത എന്താ? ഓക്സിജനാവസ്ഥ -1. പെറോക്സൈഡിൻ്റെ ബോണ്ട് ഓർഡർ ചോദിക്കാം. ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ 2ആണ്. പെറോക്സൈഡ് ആകുമ്പോൾ 2 ഇലക്ട്രോൺ എക്സ്ട്രാ വരും. അത് ആൻറ്റി ബോണ്ടിങ്ങിലാണ്. ബോണ്ട് ഓർഡർ അര വീതം 2 പ്രാവശ്യം കുറേ. ഇപ്പോൾ ബോണ്ട് ഓർഡർ = 1. അവിടെ 2 ആൻറ്റി ബോണ്ടിങ് π* മോളിക്കുലർ ഓർബിറ്റ് π* 2p(x1)ഉം π* 2p(y1)ഉം ഓരോ ഇലക്ട്രോണും പെയർഡ് ആവും. അപ്പോൾ പെറോക്സൈഡ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇനി സൂപ്പർ ഓക്സൈഡ് ഉണ്ട്. സൂപ്പർ ഓക്സൈഡ് മീൻസ് O2 1-. സൂപ്പർ ഓക്സൈഡിൽ ഉദാഹരണത്തിന് KO2. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് പൊട്ടാസ്യം ഇൻ KO2? പൊട്ടാസ്യത്തിൻ്റെ +1, അത് മാറ്റമില്ല, ഗ്രൂപ്പ് 1. അപ്പോൾ 2 ഓക്സിജൻ -1, അപ്പോൾ ഒരു ഓക്സിജൻ -2. അപ്പോൾ സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ -2. സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ 2ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ വന്നു. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ 1 ഇലക്ട്രോണിൻ്റെ വന്നു. അപ്പോൾ ബോണ്ട് ഓർഡർ അര കുറഞ്ഞു. അപ്പോൾ 1.5 1.5. ബോണ്ട് ഓർഡർ ഈസ് 1.5. അപ്പോഴും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക്. അപ്പോൾ ഓക്സിജൻ സ്പീഷീസ് ഓർത്തിരിക്കുക. അത് വേറെ ചോദ്യമായിട്ട് ചോദിക്കാം. O2 O2+, O2 2+, O2-, O2 2-. ഇത് സൂപ്പർ ഓക്സൈഡ്, ഇത് പെറോക്സൈഡ്. സൂപ്പർ ഓക്സൈഡ് പാരാമാഗ്നറ്റിക്, പെറോക്സൈഡ് ഡയാമാഗ്നറ്റിക്. O2 മോളിക്യൂൾ 2 അൺപെയർഡ് ഇലക്ട്രോൺ, പാരാമാഗ്നറ്റിക്. O2ൻ്റെ ബോണ്ട് ഓർഡർ എല്ലാവർക്കും അറിയാം, 2ആണ്. O2+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ പോകും. ആൻറ്റി ബോണ്ടിങ് 1 ഇലക്ട്രോൺ പോയാൽ ബോണ്ട് ഓർഡർ ആര കൂടും, 2.5. ഇവിടെ 2 ഇലക്ട്രോൺ പോയി. ആൻറ്റി ബോണ്ടിങ് π* 2p(x) നിന്നും പോയി, π* 2p(y) നിന്നും പോയി. അപ്പോൾ വീണ്ടും ബോണ്ട് ഓർഡർ ആര കൂടും, 3. ഓക്കെ. അപ്പോൾ നൈട്രജനെ പോലെയാണ്, N2 മോളിക്കൂളിനെ പോലെ 14 ഇലക്ട്രോണേ ഉള്ളൂ. 16 ഇലക്ട്രോൺ ഓക്സിജൻ ഉണ്ട്, 2 ഇലക്ട്രോൺ പോകും, 14 ഇലക്ട്രോൺ. അപ്പോൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. അപ്പോൾ N2നെ നമുക്കറിയാം നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് O2 2+ലും. അപ്പോൾ ബോണ്ട് ഓർഡർ 3. O2- സൂപ്പർ ഓക്സൈഡ് ബോണ്ട് ഓർഡർ അര കുറയും, 1.5. O2 2- വീണ്ടും അര കുറയും, 1. അപ്പോൾ ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എഴുതിയാൽ ഏറ്റവും ബോണ്ട് ഓർഡർ കുറവ് പെറോക്സൈഡ്, അത് 1ആണ്. അതിനേക്കാൾ ബോണ്ട് ഓർഡർ കൂടുതലാണ് O2- സൂപ്പർ ഓക്സൈഡ്, ദാറ്റ് ഈസ് 1.5. അതിനേക്കാൾ ബോണ്ട് ഓർഡർ കൂടുതലാണ് O2, അത് 2. അതിനേക്കാൾ ബോണ്ട് ഓർഡർ കൂടുതലാണ് O2+, 1.5. അതിനേക്കാൾ ബോണ്ട് ഓർഡർ കൂടുതലാണ് O2 2+, ദാറ്റ് ഈസ് 2.5. ഇത് വീണ്ടും അര കൂടി, അപ്പോൾ 3. ഇതിൽ ആരൊക്കെ പാരാമാഗ്നറ്റിക് ആണ്? O2 മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്, O2+ ഈസ് പാരാമാഗ്നറ്റിക്, O2- ഈസ് പാരാമാഗ്നറ്റിക്. O2 2- 18 ഇലക്ട്രോൺ, ഫ്ലൂറിനെ പോലെയാണ്, ഡയാമാഗ്നറ്റിക്. O2 2+ 18 ഇലക്ട്രോൺ, അപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂളായിട്ട് ഐസോഇലക്ട്രോണിക്കാണ്. O2 2+ 14 ഇലക്ട്രോൺ, അപ്പോൾ നൈട്രജൻ മോളിക്യൂളുമായിട്ട് ഐസോഇലക്ട്രോണിക്കാണ്, സെയിം ബോണ്ട് ഓർഡർ. അപ്പോൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ഹാവ് ദ സെയിം ബോണ്ട് ഓർഡർ. ഇനി ബോണ്ട് ഓർഡറും ബോണ്ട് ലെന്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ ബോണ്ട് ലെന്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ തിരിച്ചെഴുതുക, റിവേഴ്സ് ഓർഡർ. ബോണ്ട് ഓർഡർ കുറയുന്ന മുറയ്ക്ക് ബോണ്ട് ലെന്ത് കൂടും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, 6ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ 8.8 gram ഓഫ് കാർബൺ ഡയോക്സൈഡ് അറ്റ് STP. അപ്പോൾ STPയിൽ എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യും? നമുക്ക് STPയിൽ 1 mol ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം നമുക്കറിയാം, 22.4 ലിറ്ററാണ്. അപ്പോൾ വോളിയം അറ്റ് STP എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്, നമ്പർ ഓഫ് മോൾ. വോളിയം അറ്റ് STP തന്നാൽ അതിനെ 1 മോളിൻ്റെ വോളിയം അഥവാ 22.4 ലിറ്റർ ഡിവൈഡ് ചെയ്താൽ ഈ STPയിലെ വോളിയത്തിൽ എത്ര മോളുണ്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വോളിയം അറ്റ് STP എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4, നമ്പർ ഓഫ് മോൾ ഇൻറ്റു 22.4, ശരിയല്ലേ? ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾ, നമുക്കിവിടെ നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല. അപ്പം നമ്പർ ഓഫ് മോൾ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ്. മാസ് മില്ലിഗ്രാമിലായാലും കിലോഗ്രാമിലായാലും ഗ്രാമിലെടുക്കണം, കാരണം മോളാർ മാസ് എപ്പോഴും ഗ്രാമിലേ പറയും, എങ്കിലേ ഗ്രാം ക്യാൻസൽ ആവും. അപ്പോൾ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് മൾട്ടിപ്ലൈഡ് ബൈ 22.4. വാട്ട് ഈസ് മാസ് ഇൻ ഗ്രാം? ഇവിടെ തന്നിട്ടുണ്ട് 8.8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്
ഒരു കാർബൺ 12, 2 ഓക്സിജൻ 16, 16, 32. അപ്പോൾ മോളാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എല്ലാവർക്കും അറിയാം 44 ഇൻറ്റു 22.4. നമുക്ക് കാൽക്കുലേറ്റ് ഉപയോഗിക്കാമല്ലോ. കാൽക്കുലേറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.48 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ആൻസർ 4.48 ലിറ്റർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ? ബോർ ആറ്റം മോഡലിൻ്റെ ന്യൂനതകൾ എന്തെല്ലാം? ബോർ ആറ്റം മോഡലിൻ്റെ പ്രധാനപ്പെട്ട ന്യൂനത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും സ്പ്ലിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മേജർ ഡീമെറിറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ എന്താണ്? ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓർബിറ്റ് പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് എക്സൈറ്റേഷൻ ഡീഎക്സൈറ്റേഷൻ വഴി നമുക്ക് ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്പർ 2, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡിലുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ് അഥവാ സ്റ്റാർക്ക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്പർ 3, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമാൻ ഇഫക്റ്റ്. Could not explain Stark effect and Zeeman effect. Zeeman എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലുള്ള സ്പ്ലിറ്റിംഗ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് Zeeman effect. നെക്സ്റ്റ് വൺ, could not explain the spectra of atom other than hydrogen. ഹൈഡ്രജൻ അല്ലാത്ത മറ്റാറ്റങ്ങളുടെ അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, മൾട്ടി ഇലക്ട്രോൺസ് പറ്റില്ല. അപ്പോൾ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഇപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് അഥവാ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ, മറ്റാറ്റങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പരാജയപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും 2 ഡീമെറിറ്റ് ഓർത്തിരിക്കുക. കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്ര ഓഫ് എച്ച് ആറ്റം, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് സീമാൻ ഇഫക്റ്റ്, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ബോർ പ്രപ്പോസ് ചെയ്ത് വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ വേവായിട്ട് ബിഹേവ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം λ=h/mv എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഡി ബ്രോഗ്ലി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേവ് ക്യാരക്ടറും പാർട്ടിക്കിൾ ക്യാരക്ടറും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവായതുകൊണ്ട് ഇലക്ട്രോൺ ബിഹേവ്സ് മോസ്റ്റ്ലി ആസ് എ വേവ്. ഇലക്ട്രോണിൻ്റെ മാസ് കുറവായതുകൊണ്ട് ഇലക്ട്രോൺ കൂടുതലും വേവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവ് ക്യാൻ ട്രേസ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത്. ഒരു വേവിന് ഒരിക്കലും വൃത്താകൃതിയായ പാതയിൽ കറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നൊരു സാധനമേ ഇല്ല. അതുകൊണ്ട് ബോർ മോഡൽ ഒരു പരാജയമാകാൻ കാരണം ബോർ തിയറി ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറിനെ പറ്റി അല്ലെങ്കിൽ വേവ് നേച്ചറിനെ ബേസ് ചെയ്തോൾ അല്ല ഈ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ബോർ മോഡൽ ഒരു പരാജയമാകാൻ കാരണം. അപ്പം വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫെയിലുവർ ഓഫ് ബോർ തിയറി പരാജയപ്പെടാനുള്ള കാരണമെന്ത്? ബോർ തിയറി ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് dual nature of electron. Particularly, it is not in accordance with the wave nature of electron. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ച ചോദ്യം ബോർ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷനാണ്. അപ്പോൾ ഏതെങ്കിലും 2 ലിമിറ്റേഷൻ ഓർത്തിരിക്കുക. കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം, could not explain the Stark effect and Zeeman effect, could not explain the wave nature of electron, could not explain the spectra of atom other than hydrogen atom. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സ്റ്റേറ്റ് Mendeleev and modern periodic law. Mendeleev periodic law is based on atomic mass. അതുകൊണ്ടാണ് പീരിയോഡിക് ടേബിൾ ഔട്ട്ഡേറ്റ് ആയത്. എന്നാൽ ഒരാറ്റത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺ. അത് ആദ്യമായി അവതരിപ്പിച്ചത് ഹെൻറി മോസ്ലിയാണ്.
he proposed that the proton number will decide the atom. No two atom of element is having the same number of proton. അപ്പോൾ പ്രോട്ടോൺ നമ്പറാണ് ഒരു ആറ്റത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രോട്ടോൺ നമ്പറിനെ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായിട്ട് എടുത്തു. അതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ മെൻ്റലി പീരിയോഡിക്കുള്ള അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എലമെൻറ്റിനെ ടാബ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് the properties of the elements are a periodic functions of their atomic weight അല്ലെങ്കിൽ atomic mass. What is Mendeleev periodic law? The properties of the element, the properties of elementsൻ്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കലും അതുപോലെ കെമിക്കലുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. എന്താണ് അറ്റോമിക് വെയ്റ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. എന്നാൽ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇത് വെച്ച് ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയായ അറ്റോമിക് നമ്പർ വെച്ച്. അതാണ് മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയും the properties of the elements are a periodic functions of their atomic number. അറ്റോമിക് നമ്പർ എഴുതുക മോഡേൺ പീരിയോഡിക് ലോ ചോദിച്ചാൽ. മെൻ്റലി പീരിയോഡിക് ലോ ചോദിച്ചാൽ അറ്റോമിക് മാസ് എഴുതാം. ഓക്കെ, അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ എന്ത് വെച്ചുകൊണ്ടാണ്? അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ടാണ്. മെൻ്റലി പീരിയോഡിക് ലോ എന്ത് വെച്ചുകൊണ്ടാണ്? അറ്റോമിക് മാസ് വെച്ചുകൊണ്ടാണ്. അപ്പം മെൻ്റലി പറഞ്ഞ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ എ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ഇനി എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? The physical and chemical properties of the elements are a periodic functions of their atomic number. ഇനി അടുത്ത ചോദ്യം 9th one. How many sigma and pi bonds are in the following molecule? ഈഥേൻ എന്താണ്? ഈഥേൻ 2 കാർബൺ. അപ്പോൾ ബാക്കി വാലൻസിയിൽ ഹൈഡ്രജൻ, കാർബൺ സിംഗിൾ ബോണ്ട്. ബാക്കി 3 വാലൻസി ആർക്കുണ്ട്? കാർബൺ ഉണ്ട്. അത് ഹൈഡ്രജൻ ആറ്റം വഴി സാറ്റിസ്ഫൈ. അപ്പോൾ എത്ര സിഗ്മ ബോണ്ട്? സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മയാണ്. 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എത്ര ഉണ്ട്? 7 സിഗ്മ ബോണ്ട്. പൈ ബോണ്ടോ? ഒന്നുമില്ല, 0. ഇനി എത്തീൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട്. പിന്നെ കാർബൺ എത്ര വാലൻസി മിച്ചമുള്ളൂ? 2 വാലൻസി അല്ലേ? ആ 2 വാലൻസിയിൽ ആര് വരും? ഹൈഡ്രജൻ വരും ആണല്ലോ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. എത്ര സിഗ്മ ബോണ്ട്? സിംഗിൾ ബോണ്ടെല്ലാം സിഗ്മയാണ്. 1 2, ഇവിടെ ഒരെണ്ണം സിഗ്മ, 3 4 5. അഡീഷണൽ ബോണ്ട് പൈ ബോണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് 5 ആണ്. നമ്പർ ഓഫ് പൈ ബോണ്ട് എന്ന് പറയുന്നത് 1 മാത്രം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സ്കെച്ച് ദ ലൂയിസ് ഡോട്ട്സ് ഫോർമുല ഓഫ് വാട്ടർ. ലൂയിസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വെച്ചുകൊണ്ട് ബോണ്ടിങ് പെയറും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയറും കാണിക്കണം. അപ്പോൾ ഓക്സിജനിൽ 6 ഇലക്ട്രോണുണ്ട്, ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ 1 ഇലക്ട്രോണെ ഓക്സിജൻ ഷെയർ ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ഓക്സിജന് ഷെയർ ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഓക്സിജൻ ഓരോ ഇലക്ട്രോൺ ഓരോ ഹൈഡ്രജനും ഷെയർ ചെയ്ത് അതിൻ്റെ ഒക്റ്ററ്റും കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ലൂയിസ് ഡോട്ട്സ് ഫോർമുല. അത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എച്ച് ഒരു ബോണ്ടിങ് പെയർ, ഓക്സിജൻ അടുത്ത എച്ചുമായിട്ടൊരു ബോണ്ടിങ് പെയർ. ഓക്കെ, പിന്നെന്താ മിച്ചമുള്ളത്? 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ. അത് ലോൺ പെയറായിട്ട് വരയ്ക്കും. ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് C2H4. എന്താ C2H4? 2 കാർബൺ. ഓക്കെ, 4 ഹൈഡ്രജൻ. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണെ കാർബണുമായിട്ട് ഷെയർ ചെയ്യും അല്ലേ? പിന്നെ കാർബൺ ഓരോ ഇലക്ട്രോണെ ഷെയർ ചെയ്യും ആണല്ലോ. പിന്നെ കാർബണിൻ്റെ 4ാമത്തെ വാലൻസി ഒരു അഡീഷണൽ ബോണ്ട് പൈ ബോണ്ടുണ്ട്. ഇതാണ് എൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. അപ്പോൾ കാർബണിൽ ലോൺ പെയറില്ല, ഹൈഡ്രജനിൽ ലോൺ പെയറില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഷെയർ ചെയ്തും വരയ്ക്കാം. അതായത് കാർബൺ 2 ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്യും, ബാക്കിയുള്ളത് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ കാർബൺ 1 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു,
ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ഇവിടെ അടുത്ത ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. അടുത്ത ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ ഷെയർ ചെയ്യുന്നു. കാർബൺ ഇവിടെ നിന്ന് ഓരോ ഇലക്ട്രോണെ ഷെയർ ചെയ്യും. അതേപോലെ മറ്റേ കാർബൺ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഇതേപോലെ ഈ കാർബണും ഇതേപോലെ ഷെയർ ചെയ്യും. അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ C2H4 ആൻഡ് H2. വളരെ സിമ്പിളായിട്ട് വരച്ചാലും മതി. ഓക്സിജൻ 2 ഹൈഡ്രജൻ, ഓരോ ബോണ്ടിങ് പെയർ. ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, ഓക്സിജനിൽ ഷെയർ ചെയ്യാത്ത 2 പെയർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ. C2H4 കാർബൺ 2 ഇലക്ട്രോണെ ഷെയർ ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ആക്കുന്നു. പിന്നെ ഓരോ ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇവിടെയും ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഇവിടെയും ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ഷെയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൂയിസ് ഡോട്ട് ഫോർമുല. ഇങ്ങനെ വരയ്ക്കാം. ഡിഫൈൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണോ അത് ആ സിസ്റ്റത്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പ്രോപ്പർട്ടി which depends on the amount of a system. I for independent, that means property which are independent of the amount or the size of the system. അതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പം ഞാൻ ഓർത്തിട്ട് I for I. ഇൻറ്റൻസീവ് ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് ദ സിസ്റ്റം. എക്സ്റ്റൻസീവ് ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, density, that is an intensive property. Pressure is an intensive property. Temperature is an intensive property. Specific capacity is an intensive property. Molar heat capacity is an intensive property. ഇതെല്ലാം എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ മാസ്, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഫ്രീ എനർജി, ദീസ് ആർ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദെയർഫോർ ദേ ആർ കോൾഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതുപോലെ കുറേ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് തന്നിട്ട് അതിനെ എക്സ്റ്റൻസീവായിട്ടും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുമായിട്ട് വേർതിരിച്ചെഴുതാൻ ചോദിക്കും. അപ്പോൾ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റൻസീവ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച്. അപ്പോൾ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂയിസ് ആസിഡ്, വാട്ട് ഈസ് ദ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുന്നവരെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിസിറ്റാണ്, ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാർ. അപ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററാണ് ലൂയിസ് ആസിഡ്. ഫോർ എക്സാമ്പിൾ BF3, ഡോക്ടർ ട്രൂൾ ഹൈലൈറ്റ് ചെയ്തിരുന്ന എക്സാമ്പിളാണ്. സെൻട്രൽ ആറ്റത്തിൽ 3, 3, 6 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇലക്ട്രോണെ സ്വീകരിക്കും. ഇതേപോലെയാണ് AlCl3, അതും ഇലക്ട്രോൺ ഡെഫിസിറ്റാണ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററാണ്, അത് ലൂയിസ് ആസിഡാണ്. H+, CO3+, Mg2+, ഇങ്ങനെയുള്ള അയോണിക് സ്പീഷീസ്, പോസിറ്റീവ് അയോണിക് സ്പീഷീസും എന്താണ്? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്ററാണ്. ദേ ആർ കോൾഡ് ലൂയിസ് ആസിഡ്. ഇനി എന്താണ് ലൂയിസ് ബേസ്? ലൂയിസ് ബേസ് ഇലക്ട്രോൺ റിച്ച് ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺ പെയർ ഡോണർ. ഇലക്ട്രോൺ പെയറുകളെ ഡൊണേറ്റ് ചെയ്യുന്നവരെയാണ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ പെയർ ഡോണർ. ഫോർ എക്സാമ്പിൾ NH3 ന്യൂട്രലും ആകാം. ഇപ്പോൾ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ആ ലോൺ പെയറിനെ അത് കൊടുക്കും. വാട്ടർ ബോണ്ടിന് ശേഷം ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്, അതിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ പെയർ ഡോണറാണ്. അപ്പോൾ ലൂയിസ് ബേസ് ആണ്. അപ്പോൾ അമോണിയ ഒരു ലൂയിസ് ബേസ് ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോൺ പെയർ ഓൺ നൈട്രജൻ ഓഫ് NH3. വാട്ടർ ഒരു ലൂയിസ് ബേസ് ആകാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർസ് ഓൺ ഓക്സിജൻ ആറ്റം. ആൽക്കഹോൾ ROH, ഓക്സിജൻ ലോൺ പെയർ ഉണ്ട്, വാട്ടറിൽ ഒരു Hന് പകരം ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരും. ഉദാഹരണത്തിന് CH3 വന്നാൽ മെത്തനോൾ CH3OH. ഇനി നെഗറ്റീവ് ചാർജ് സ്പീഷീസ്
ന്യൂക്ലിയോഫൈൽസ് OH-, Cl-, Br-, ഇതെല്ലാം എന്താണ്? ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ലൂയിസ് ബേസ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? ഗീവ് വൺ എക്സാമ്പിൾ. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇൻഡസ്ട്രിയിലൊക്കെ അല്പം ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താലും pH മാറാതിരിക്കുന്ന സൊല്യൂഷൻ വേണം. അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി. അല്പം ആസിഡോ ആൽക്കലിയോ ഒഴിച്ചാലും pH മാറാതിരിക്കുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ മാറാതെ പിടിച്ചു നിർത്തുന്ന സൊല്യൂഷൻ, അതിനെയാണ് എന്താ പറയുക? ബഫർ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ചെയ്യും അല്ലേ? എന്തിനെ തടയും? ദ ചേഞ്ച് ഇൻ pH മാറുന്നതിനെ തടയും. എപ്പോഴാ? ഓൺ അഡീഷൻ ഓഫ്, കണ്ടീഷൻ അപ്ലൈ എന്നാണ്, അല്പം ആസിഡ്, കൂടുതൽ ആസിഡ് ഒഴിച്ചാൽ ആ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്ത് പഴയ പോലെ H+ൻ്റെയോ OH- കോൺസെൻട്രേഷൻ സെയിം ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്പം ആസിഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. അല്പം ആസിഡോ ബേസോ ആഡ് ചെയ്താൽ പോലും pH മാറാതെ പിടിച്ചു നിർത്തുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്, അതിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബഫർ രണ്ട് തരത്തിലാണ്, ടു ടൈപ്സ്, രണ്ട് തരമുണ്ട്. ഒന്ന് അസിഡിക് ബഫർ. അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിളാണ് an equimolar mixture of equimolar mix എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ ഓഫ് മോൾ. equimolar mixture of a weak acid, for example acetic acid, and its conjugate salt, for example sodium acetate. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡും അതിൻ്റെ കോൺജുഗേറ്റ് സാൾട്ടായ സോഡിയം അസറ്റേറ്റും ഒരേ നമ്പർ ഓഫ് മോൾസിൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഫോം അൻ അസിഡിക് ബഫർ. ഇതേപോലെ ബേസിക് ബഫറുണ്ട്, രണ്ടാമത്തെ ബേസിക് ബഫർ, നമ്പർ 2 ബേസിക് ബഫർ. അതെന്താണ്? ഇതേപോലെ അൻ ഇക്വിമോളാർ മിക്സർ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് സാൾട്ട്. ഫോർ എക്സാമ്പിൾ an equimolar mixture of a weak base, ammonium hydroxide, and its conjugate salt, ammonium chloride. Okay, that will form a basic buffer. So what is basic buffer? An equimolar mixture of a weak base and its conjugate salt. Buffer, what are buffer solution? Solution which resists the change in pH by the addition of small amount of acid or small amount of base or alkali. Buffers are of two types, acidic buffer and basic buffer. ഒരു ബഫറിന് എക്സാമ്പിൾ പറഞ്ഞാൽ acidic buffer, for example an equimolar mixture of acetic acid and sodium acetate. Basic buffer ഒരു എക്സാമ്പിൾ ആണ് an equimolar mixture of ammonium hydroxide and ammonium chloride. ഇനി അടുത്ത ചോദ്യം നോക്കി, നെക്സ്റ്റ് വൺ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവരുടെ കെമിക്കൽ ഫോർമുല എഴുതണം. ഓക്കെ, ഇത് ടിൻ 4 ഓക്സൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ടിൻ എന്ന് പറഞ്ഞാൽ SN ആണ്. ടിന്ന് +4 ഓക്സിഡേഷൻ റേറ്റില്ല. അപ്പം ഓക്സൈഡിൽ ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ -2, അപ്പോൾ ന്യൂട്രലാവണമെങ്കിൽ 2 ഓക്സിജൻ വേണം. അപ്പോൾ SnO2, അതാണ് ടിൻ 4 oxide. When a stock notation tin 4 oxide. Okay. ഇനി iron 3 sulfate, അയൺ Fe, സൾഫേറ്റ് SO4 അല്ലേ? സൾഫേറ്റ് നമുക്കറിയാം 2- ആണ്, അയൺ 3+ ആണ്. അപ്പോൾ അത് കോപ്പറേറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാലൻസി അല്ലെങ്കിൽ ഇക്വലൻസ് ഇവിടെ കൊടുക്കുക 3, ഇതിൻ്റെ ഇക്വലൻസ് 2 ആണ്, അതിവിടെ കൊടുക്കുക. അപ്പോൾ Fe2SO4 thrice, Fe2SO4 thrice. That is the formula. ഇനി അടുത്ത ചോദ്യം 15ാമത്തത്, നെയിം 4 types of redox reaction. റിഡോക്സ് റിയാക്ഷന് 4 ടൈപ്പ്.
ഒരാൾ ഓക്സിഡൈസ് ചെയ്യും, ഒരാൾ റെഡ്യൂസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുന്ന ആൾ എന്താ അറ്റാക്ക് ചെയ്യും? റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസ് ചെയ്യുന്ന ആൾ എന്താ അറ്റാക്ക് ചെയ്യും? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെയാണ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെയാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലൂസിങ് ഓഫ് ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുന്ന പ്രക്രിയ. ഓക്സിഡേഷൻ നമ്പർ കുറയണം എന്ത് ചെയ്യണം? ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. അതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ. ഇത് രണ്ടും ഒരുമിച്ച് നടന്നാൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ രണ്ട് സബ്സ്റ്റൻസ് ചേർന്ന് ഒരു സിംഗിൾ പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഇവിടെ കാർബൺ 0 ഓക്സിഡേഷനിൽ നിന്ന് ഒരു ഓക്സിജൻ -2 ആണ്. അപ്പോൾ 2 ഓക്സിജൻ -4, അപ്പോൾ കാർബൺ +4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിജൻ 0യിൽ നിന്ന് -2 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. ഇനി നമ്പർ 2, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ബാലൻസ് ചെയ്താൽ 2x2 ഗിവിങ് 2x2 + O2. ഇവിടെ ഓക്സിജൻ -1 ആണ് അല്ലേ, ഹൈഡ്രജൻ ഇവിടെ +1 ആണ്. ഓക്സിജൻ -2, അപ്പോൾ 2 ഹൈഡ്രജൻ +2, അപ്പോൾ 1 ഹൈഡ്രജൻ +1. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഫ്രീ എലമെൻറ്റ് മോളിക്യൂൾ ഓക്സിഡേഷൻ നമ്പർ 0, ഓക്സിജൻ ഫ്രീ എലമെൻറ്റ് മോളിക്യൂൾ ഓക്സിഡേഷൻ നമ്പർ 0. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സീകരണാവസ്ഥ +1ൽ നിന്ന് 0 ആയിട്ട് കുറഞ്ഞു, ദാറ്റ് ഈസ് ദ റിഡക്ഷൻ. ഓക്സിജൻ്റെ -2ൽ നിന്ന് കൂടി 0 ആയിട്ട് കൂടി, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അതുകൊണ്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് സിങ്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് Zn2+ ആയിട്ട് പോകും. അപ്പോൾ സൾഫേറ്റ് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആവും. അപ്പോൾ ആ 2 ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പർ റെഡ്യൂസ് ചെയ്ത് കോപ്പർ ആവും. അപ്പോൾ ഇവിടെ കോപ്പർ +2ൽ നിന്ന് 0 ആയിട്ട് കുറഞ്ഞു, സിങ്ക് 0യിൽ നിന്ന് +2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് എന്ന് പറയുന്ന ആരാണ്? സിങ്ക് ആണ്. അതുകൊണ്ട് സിങ്ക് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. കോപ്പർ 2+ ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. അത് കോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്തു, therefore it is the oxidizing agent. ഇനി നാലാമത്തെ ടൈപ്പ്, ഫോർത്ത് വൺ, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് വണ്ണാണ്. അതായത് സാധാരണ ഉള്ളതിൽ ഒരാൾ ഓക്സിഡൈസ് ചെയ്യും, ഒരാൾ റെഡ്യൂസ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുക? ഒരാൾ തന്നെ ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരാൾ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ടും റെഡ്യൂസിങ് ഏജൻറ്റായിട്ടും ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ പെറോക്സൈഡ്, 2 മോളിക്കൂൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് 2 മോളിക്കൂൾ വാട്ടറും 1 മോളിക്കൂൾ ഓക്സിജനുമായിട്ട് മാറുന്നിരിക്കട്ടെ. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഹൈഡ്രജൻ +1 ആണ്, അപ്പോൾ 2 ഹൈഡ്രജൻ +2, അപ്പോൾ 2 ഓക്സിജൻ -2, അപ്പോൾ 1 ഓക്സിജൻ -1. അപ്പോൾ ഇവിടെ വാട്ടറിൽ 2 ഹൈഡ്രജൻ +2, അപ്പോൾ 1 ഹൈഡ്രജൻ +1, 1 ഓക്സിജൻ -2. ഇവിടെ ഫ്രീ എലമെൻറ്റ് മോളിക്കൂൾ 0, അപ്പോൾ -1ൽ നിന്ന് ഇത് -2 ആയിട്ട് വാട്ടറിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. പിന്നെ -1ൽ നിന്ന് 0 ആയിട്ട് കൂടി, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ, O2 ആയിട്ട് മാറും. അപ്പോൾ സെയിം പെറോക്സൈഡ് അയോൺ ഇവിടെ വാട്ടറിൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്തു, O2 മോളിക്കൂളായപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി അഥവാ ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ സെയിം സബ്സ്റ്റൻസ് ആക്ട് ആസ് ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയാണ്? 1 കോമ്പിനേഷൻ റിയാക്ഷൻ, നമ്പർ 2 ഡീകമ്പോസിഷൻ റിയാക്ഷൻ, നമ്പർ 3 ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, നമ്പർ 4 ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താ? റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് ദ സെയിം സബ്സ്റ്റൻസ് ആക്ട് ആസ് ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഒരു റിഡോക്സ് റിയാക്ഷനിൽ ഒരു സബ്സ്റ്റൻസ് തന്നെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യപ്പെടും. അതിനെയാണ് നമ്മളെന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്താ ലിമിറ്റിംഗ് റിയേജൻറ്റ്? നേരത്തെ നമ്മൾ കണ്ടതാണ്. ദ റിയേജൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ദ റിയേജൻറ്റ് വിച്ച് ഈസ് completely used in a reaction. ഓക്കെ,
ഇനി അടുത്തൊരു ചോദ്യം, 4 gram ഹൈഡ്രജൻ ആൻഡ് 64 gram ഓക്സിജൻ ടു ഗീവ് വാട്ടർ, ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻ. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ എഴുതണം. ഹൈഡ്രജൻ ഓക്സിജനോട് ചേർന്ന് എന്തായി, വാട്ടറായി. ബാലൻസ് ചെയ്തേ, 2 ഓക്സിജൻ, അപ്പോൾ 2 വാട്ടർ, അപ്പോൾ 2 ഹൈഡ്രജൻ. ഇനി ഇതിൻ്റെ ഗ്രാം മാസ് എഴുതേ, 1 ഹൈഡ്രജൻ 1 ഗ്രാം, അപ്പോൾ 4 ഹൈഡ്രജൻ 4 ഗ്രാം, 1 ഓക്സിജൻ 16, അപ്പോൾ 2 ഓക്സിജൻ 32 ഗ്രാം, 1 വാട്ടർ 2 16 18ആണ്. അപ്പോൾ 2 മോളിക്കൂളാകുമ്പോൾ അല്ലെങ്കിൽ 2 മോളാകുമ്പോൾ എത്രയായി, 36 ഗ്രാമായി. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സ്റ്റോഷിയോമെട്രി, ക്വാണ്ടിറ്റീസ് കറസ്പോണ്ടിങ് ടു ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്. 4 gram ഹൈഡ്രജൻ റിക്വയേഴ്സ് ഓക്സിജൻ എത്ര, 4 gram ഹൈഡ്രജന് വേണ്ടി വരുന്ന ഓക്സിജൻ 32 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എത്ര ഗ്രാമാണെന്ന് നോക്കിയേ, നമുക്ക് 4 ഗ്രാമാണ് അല്ലേ. അപ്പോൾ 4 ഗ്രാമിന് എത്ര വേണ്ടേ, 32 തന്നെ മതി. പക്ഷേ ഇവിടെ എത്രയുണ്ട്, 64 ഉണ്ട്. അപ്പോൾ ഓക്സിജൻ എക്സസ് അല്ലേ, കൂടുതലല്ലേ, ഓക്സിജൻ ഈസ് എക്സസ്. ഓക്സിജൻ എക്സസ് ആയതുകൊണ്ട് ഹൈഡ്രജൻ എന്തായി, ലിമിറ്റിംഗ് റിയേജൻ. ദെയർഫോർ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻ. അതുകൊണ്ട് ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയേജൻ. ഇനി വേണമെങ്കിൽ ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാം, വാട്ട് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്, എത്ര വാട്ടർ ഉണ്ടാകും. അത് ലിമിറ്റിംഗ് റിയേജൻ്റ് അനുസരിച്ച്, അവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്, ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അപ്പോൾ ഹൈഡ്രജൻ അനുസരിച്ചേ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 gram ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. അപ്പോൾ 4 gram ഹൈഡ്രജൻ തരുന്ന വാട്ടർ എത്ര, 36 gram. ദെയർഫോർ ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഈസ് 36 gram. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ, അതുപോലെ ക്രോമിയം. കോപ്പർ നമുക്കറിയാം അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ ആർഗൺ കോർ 18 ഇലക്ട്രോണോട് വരും, 3p6 അവസാനിക്കും. അത് കഴിഞ്ഞാൽ 3d ഫില്ല് ചെയ്തതിന് മുമ്പ് 4s ഫില്ല് ചെയ്യും. 4sൽ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 20ആയി, പിന്നെ ബാക്കി 9. പക്ഷേ ഇങ്ങനെ നിൽക്കില്ല, നമുക്കറിയാം. എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇത് 1 ഇലക്ട്രോൺ ഇവിടെ നിന്ന് എവിടേക്ക് വരും, ഡിയിലേക്ക് വന്ന് അത് D10 ആകും, ഫുള്ളി ഫിൽഡ്. ഇത് ഹാഫ് ഫിൽഡായിട്ട് നിൽക്കും. അപ്പോൾ രണ്ടിനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതിന് കാരണം സിമെട്രി ഓഫ് ദ ഓർബിറ്റൽ. ഒരേ നമ്പർ ഇലക്ട്രോൺ എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റലും ഉണ്ടെങ്കിൽ ഒരേപോലെ ഉരുണ്ടിരിക്കും. സ്പെറിക്കൽ സിമെട്രി ഓഫ് ദ ഓർബിറ്റൽ. നമ്പർ 2, ഒരേ സ്പിന്നിൽ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും മുന്നോട്ട്. അപ്പോൾ ലാർജ് എക്സ്ചേഞ്ച് എനർജി. ദീസ് ആർ ദ 2 റീസൺ വൈ there is extra stability for half filled and completely filled electronic configuration. ഇനി ഇതുപോലെ ക്രോമിയം 24ആണ്, ആർഗൺ കോർ 18, 3d ഫില്ല് ചെയ്തതിന് മുമ്പ് 4s ഫില്ല് ചെയ്യും. 4sൽ 2 ഇലക്ട്രോൺ ആയാൽ 18ഉം 2 20ആയി, ബാക്കി 4 ഇലക്ട്രോൺ. പക്ഷേ ഡി ഓർബിറ്റിൽ 5 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഹാഫ് ഫിൽഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും, ബോഡി ഇലക്ട്രോൺ ഇവിടുന്ന് മാറി എങ്ങോട്ട് വരും, ഡിയിലേക്ക് വരും. അപ്പോൾ അത് ഹാഫ് ഫിൽഡ് ആവും, D5 4s1. അപ്പോൾ കറക്റ്റ് കോൺഫിഗറേഷൻ 3d5 4s1. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ സിമെട്രി ഓഫ് ദ ഓർബിറ്റൽ. നമ്പർ 2, ലാർജ് എക്സ്ചേഞ്ച് എനർജി. അതിനെ വിളിക്കുന്നവരാണ് സ്പെറിക്കൽ സിമെട്രി, ഒരേപോലെ ഉരുണ്ടിരിക്കും. സ്പെറിക്കൽ സിമെട്രി, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ. നമ്പർ 2, ലാർജ് exchange energy. This is the reason for the extra stability of half filled and completely filled electronic configuration. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഗീവ് റീസൺ ഫോർ ദെയർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്ത്? എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് കാരണം നമ്പർ 1, സ്പെറിക്കൽ സിമെട്രി. ഡീജനറേറ്റ് ഓർബിറ്റെല്ലാം ഒന്നുകിൽ ഓരോ ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ അത് ഒരേപോലെ ഉരുണ്ടിരിക്കും. ഇപ്പോൾ സ്പെറിക്കൽ സിമെട്രി ഉണ്ട്. അതുപോലെ ഒരേ സ്പിന്നുള്ള ഇലക്ട്രോൺ മുന്നോട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ അത് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ലാർജ് എക്സ്ചേഞ്ച് എനർജി. അപ്പോൾ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഈസ് ഡ്യൂ ടു നമ്പർ 1, സ്പെറിക്കൽ സിമെട്രി. നമ്പർ 2, ലാർജ് എക്സ്ചേഞ്ച് എനർജി. ഇതാണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് കാരണം. ഇനി അടുത്തത്, വിച്ച് ഈസ് ദ വിസിബിൾ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ വിസിബിൾ സ്പെക്ട്രം. വിച്ച് ഈസ് ദ വിസിബിൾ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. നമുക്കറിയാം ഹൈഡ്രജനിൽ ഇലക്ട്രോൺ
ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വിസിബിൾ റീജിയനിൽ വന്ന് വീഴും. അതിനെ വിളിക്കുന്നവരാണ് ബാമർ സീരീസ്. ദ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡീഎക്സിറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഹയർ ലെവൽ ടു ദി സെക്കൻഡ് ലെവൽ. ഹയർ ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് വരും. ദാറ്റ് ഈസ് ബാമർ സീരീസ്. എന്നാൽ ഫസ്റ്റ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ലൈമാൻ സീരീസ്. ഓക്കെ. മൂന്നാമത്തെ ലെവലിലേക്ക് വന്നാൽ പാച്ചൻ സീരീസ്, നാലാമത്തെ വന്നാൽ ബ്രാക്കറ്റ്, അഞ്ചാമത്തെ വന്നാൽ ഫൺ സീരീസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിസിബിൾ സ്പെക്ട്രം അത് ഏതാണ്? ബാമർ സീരീസ് വിസിബിൾ. ലൈമാൻ സീരീസ് n=1 ഫസ്റ്റ് ലെവലിലേക്ക് വന്നാൽ അത് UV റീജിയനിലാണ്. ബാക്കി 3 സീരീസും IR റീജിയനാണ്, ഇൻഫ്രാറെഡ്. ഓക്കെ. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റ് വിത്ത് an electron of velocity 1.6 into 10⁻⁶ meter per second. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. അതാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h. വാട്ട് ഈസ് h? അത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ് ഡിവൈഡ് ബൈ മാസ്. മാസ് തന്നിട്ടുണ്ട് 9.1 into 10⁻⁻31 കിലോഗ്രാം ഇൻറ്റു അടുത്ത എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 1.6 into 10⁻⁶. കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.55 into 10⁻⁻10 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെ വിളിക്കുന്നതാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. വാട്ട് ഈസ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ഇക്വേഷൻ ദാറ്റ് ഗീവ്സ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ഓഫ് മാറ്റർ. അതായത് ഇലക്ട്രോണെ പോലുള്ള മാറ്ററിൻ്റെ വേവ് നേച്ചറിനെയും പാർട്ടിക്കിൾ നേച്ചറിനെയും കോറിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. വാട്ട് ഈസ് ദാറ്റ്? ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഇവിടെ ലാംഡ എന്താണ്? വേവ് ലെങ്ത്. h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. m എന്താണ്? മാസ് ഓഫ് ദ മൂവിങ് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ്. b എന്ന് പറയുന്നത് വെലോസിറ്റി. അടുത്ത ചോദ്യം, chlorine has more electronic enthalpy than fluorine. ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോണിക് എൻതാൽപ്പി കൂടുതലാണ് ക്ലോറിന്. അതിന് കാരണം ക്ലോറിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ നമ്മൾ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ താരതമ്യേന കുറവാണ്. അപ്പോൾ റിലീസ് ചെയ്യേണ്ട എനർജിയിൽ വളരെ കുറച്ച് എനർജി മാത്രമേ ഇലക്ട്രോണിക് റിപ്പൽഷന് വേണ്ടി ചിലവാകുന്നുള്ളൂ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കൂടുതൽ എനർജി റിലീസ് ചെയ്യും. എന്നാൽ ഫ്ലൂറിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ഒരു ഇലക്ട്രോൺ നമ്മൾ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലാണ്. ആ ഇലക്ട്രോണിക് റിപ്പൽഷന് അടിച്ചമർത്താൻ വേണ്ടി കുറേയേറെ എനർജി യൂസ് ചെയ്യും. അപ്പോൾ മിച്ചോ റിലീസ് ചെയ്യുന്ന എനർജി കുറഞ്ഞു. അതാണ് കാരണം. അപ്പോൾ ലാർജ് സൈസ് ഓഫ് ക്ലോറിൻ, അതാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഡ്യൂ ടു ദ ലാർജ് സൈസ് ഓഫ് ക്ലോറിൻ വിത്ത് ലെസ് ഇലക്ട്രോൺ റിപ്പൽഷൻ ദാൻ ഫ്ലൂറിൻ വിത്ത് സ്മോൾ സൈസ്. ദാറ്റ്സ് ആൻസർ. ഇനി 2, വാട്ട് യു മീൻ ബൈ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്? എന്താ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്? സ്പീഷീസ് വിത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഒരേ എണ്ണം ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിനെയാണ് എന്ത് വിളിക്കുക? ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ N3- 10 ഇലക്ട്രോൺ, നൈട്രജനിൽ 7 ഇലക്ട്രോണും അതിൻ്റെ കൂടെ 3 ഇലക്ട്രോണിൻ്റെ കൂടി. O2-, F-, 9 × 10. നിയോൺ ആറ്റം 10. സോഡിയം 11 ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോണെ കളയുമ്പോൾ 10. മെഗ്നീഷ്യം 12 ഇലക്ട്രോണിന് 2 ഇലക്ട്രോണെ കളയുമ്പോൾ 10. അലുമിനിയം 3 ഇലക്ട്രോണെ കളയുമ്പോൾ 10 ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് വിത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് സൈസ് കുറയും. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കുറവ് N3-. കാരണം വെറും 7 ന്യൂക്ലിയർ ചാർജ് 10 ഇലക്ട്രോണിൽ ആക്ട് ചെയ്യും. സൈസ് ഏറ്റവും കുറവ് Al3+. കാരണം 13 ന്യൂക്ലിയർ ചാർജ് 10 ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, അപ്പോൾ സൈസ് കുറയും. അപ്പോൾ ആസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് സൈസ് ഡിക്രീസസ്. അതാണ് അറേഞ്ച് ചെയ്യാൻ ചോദിച്ചാൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, സെലക്ട് ദ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഐസോഇലക്ട്രോണിക് സ്പീഷീസിനെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് ഏതൊക്കെയാണ്? O2-, Mg2+, Na+, F-. ഇതിനെല്ലാം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. Therefore they are called isoelectronic species.
ഇനി അടുത്ത ചോദ്യം നോക്കി. ഡിഫൈൻ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്നാൽ എന്ത്? ബോണ്ട് ഓർഡർ എന്താണ്? ബോണ്ട് ഓർഡർ is defined as half the difference between number of bonding electron to that of number of anti-bonding electron. ഈ ഇക്വേഷൻ എഴുതിയാലും മതി. NB നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ, NA നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. മൊത്തം ബോണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്ത ഇലക്ട്രോൺ നിന്ന് ബോണ്ടിങ്ങിനെ ഒപ്പോസ് ചെയ്ത ഇലക്ട്രോൺ കുറയ്ക്കുക. അപ്പോൾ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ സപ്പോർട്ട് ബോണ്ടിങ് കിട്ടും. സാധാരണ ബോണ്ട് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പകുതി ബോണ്ടാവും. അതുകൊണ്ടാണ് ഈ ഫോർമുല ഇങ്ങനെ വന്നത്, ഹാഫ് ഇൻറ്റു NB മൈനസ് NA. അപ്പോൾ ബോണ്ട് ഓർഡർ ഇസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ഇനി കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ഓഫ് He2+, അല്ലേ? അപ്പോൾ He2 പ്ലസ്, ഈ 2 താഴെയാണ്, He2+ എന്നാണ്. അല്ല He2+ അല്ല, He2+. ഓക്കെ. അപ്പോൾ Heയിൽ രണ്ടും 4 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ 1 ഇലക്ട്രോണെ കളഞ്ഞു. അപ്പോൾ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും σ1s2. ഇനി 1 ഇലക്ട്രോൺ അവിടെ പോകും, അതിന് ആൻറ്റി ബോണ്ട് σ*1s1. അപ്പോൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ 2, ആൻറ്റി ബോണ്ട് ഇലക്ട്രോൺ 1, അപ്പോൾ അര ഇൻറ്റു 1, അപ്പോൾ അര ബോണ്ടാവും. Since the bond order is greater than 0, the molecule is stable and can exist. അപ്പോൾ He2+ existing. ഓക്കെ. ഇനി അടുത്തത് Li2 മൈനസ്. നമുക്കറിയാം ലിഥിയത്തിൽ 3 ഇലക്ട്രോണാണ്. അപ്പോൾ 2 ലിഥിയത്തിൽ 3 ഇവിടെ Li2 മൈനസ് ആണ്, അല്ലേ? അപ്പോൾ 3 6 ഇലക്ട്രോൺ പ്ലസ് 1 ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. അപ്പോൾ എത്ര ഇലക്ട്രോണായി? 5 ഇലക്ട്രോണായി. ആ 5 ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? σ1s2, σ*1s2, σ2s1, ശരിയല്ലേ? 5 ഇലക്ട്രോൺ അല്ല, സോറി, 3 6 7 ഇലക്ട്രോൺ, സോറി 7 ഇലക്ട്രോൺ. അപ്പോൾ σ1s2, σ*1s2, σ2s2, അപ്പോൾ 6 ആയി. 7ാമത്തെ ഇലക്ട്രോൺ σ*2s1 പോയി. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. തെറ്റിക്കരുത്, ഇത് ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ, 2 ലിഥിയത്തിൽ 3 6, പിന്നെ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ട്, അപ്പോൾ +1. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺ 7 ആണ്. അപ്പോൾ 7 ഇലക്ട്രോണിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? σ1s2, σ*1s2, അത് കഴിഞ്ഞാൽ σ2s2, അപ്പോൾ 6 ആയി. 7ാമത്തെ ഇലക്ട്രോൺ σ*2s1 പോയി. അപ്പോൾ ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? സ്റ്റാർ ഇല്ലാത്ത 2, 4. അപ്പോൾ 4 മൈനസ് സ്റ്റാറുള്ളത് എത്ര ഉണ്ട്? 2, 1, 3. വീണ്ടും ഹാഫ് ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് തന്നെ കിട്ടി. അപ്പോഴും ഇവിടെ ബോണ്ട് ഓർഡർ പോസിറ്റീവാണ്, അല്ലെങ്കിൽ 0 കൂടുതലാണ്. അതുകൊണ്ട് ഈ മോളിക്കുലർ സ്പീഷീസും എക്സിസ്റ്റ് ചെയ്യും, സ്റ്റേബിളാണ്. അപ്പോൾ Li2+ൻ്റെ ബോണ്ട് ഓർഡർ 3 ഹാഫ്, He2+ൻ്റെ 3 ഹാഫ്. ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചോദിച്ചാലോ? അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. ഇനി അടുത്ത ചോദ്യം, ഡിഫൈൻ ഹൈബ്രിഡൈസേഷൻ. ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സെൻട്രൽ ആറ്റം വരുന്ന മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, ഒരു മോളിക്യൂളിൽ ഒരു ആറ്റം ഒന്നിൽ കൂടുതൽ ബോണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ 2 ബോണ്ടും എന്തായിരിക്കണം? ഐഡൻറ്റിക്കൽ ആവണം. അപ്പോൾ ഐഡൻറ്റിക്കൽ ആവണമെങ്കിൽ ഒന്ന് എസും മറ്റേത് പിയും ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 2 എനർജിയിൽ വ്യത്യാസമുള്ള ഓർബിറ്റൽ ഇൻ്റർമിക്സ് ചെയ്ത് ഒരേ എനർജിയും ഒരേ ഷേപ്പുള്ള പുതിയ ഓർബിറ്റലായി മാറും. അപ്പോൾ 2 ബോണ്ട് ആക്കണമെങ്കിൽ ഒരു എസും പിയുടെ ഇൻ്റർമിക്സ് ചെയ്ത് SP ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വിത്ത് ഇക്വലൻ്റ് എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഷേപ്പ് ആയിട്ട് മാറണം. ഉദാഹരണത്തിന് ബെറിലിയം ക്ലോറൈഡ്, ഓക്കെ, BeCl2 2 ക്ലോറിനുമായിട്ട് ചേർന്നു. ബോറോൺ ട്രൈഫ്ലൂറൈഡ് 3 ഫ്ലൂറിനോട് ചേർന്നു. അപ്പോൾ ഒരു എസും 2 പിയുടെ ഇൻ്റർമിക്സും. മീഥൈൻ 4 H ചേരുമ്പോൾ ഒരു എസ്സേ ഉള്ളൂ, പിന്നെ PX PY PSN ഇൻ്റർമിക്സ് ചെയ്ത് 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാവും, sp3. ഇനി എസ്പാൻഡ് ഒക്ടറ്റ് ഉണ്ട്, അവിടെയാണ് 8 കൂടുതൽ ആറ്റം സെൻട്രൽ ആറ്റത്തിൽ. അതാണ് PCl5. 5 ഇലക്ട്രോണെ ഫോസ്ഫറസ് 5 ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ 5 ബോണ്ട് ആക്കണം. അപ്പോൾ ഒരു എസും 3 പിയുടെ ആകുമ്പോൾ 4 ആയുള്ളൂ. അപ്പോൾ 5ാമത്തേന് sp3d. സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, അവിടെ 6 ബോണ്ട് ആക്കണം. എസും പിയുടെ ആകെ എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. അപ്പോൾ ബാക്കി 2 ഡി എടുക്കണം.
അപ്പം ഡി ഓർബിറ്റൽ ഹൈബ്രിഡേഷൻ വന്നാൽ അത് എക്സ്പാൻഡ് ഒക്ടറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ എക്സ്പാൻഡ് ഒക്ടറ്റ് എക്സാമ്പിൾ PCl5 SF6. ഇപ്പോൾ എക്സ്പാൻഡ് ഒക്ടറ്റിൽ വരുന്ന ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകം എന്താ? ഡി ഓർബിറ്റൽ വരും. ഉദാഹരണത്തിന് sp3d ഇൻ PCl5, sp3d2 ഇൻ SF6. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ? The process of intermixing of atomic orbital having slightly different energies and shape to form new orbitals having equivalent energy and identical shape, ഒരേ ഷേപ്പ്. ഇതാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എവിടെ മാത്രമേ ഉള്ളൂ? പോളി അറ്റോമിക് മോളിക്യൂളിൽ മാത്രമാണ് ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. ദാറ്റ് മീൻസ് മോളിക്യൂൾ കണ്ടെയ്നിങ് എ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം വന്നു കഴിഞ്ഞാൽ അത് മിനിമം ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ആ ബോണ്ട് എല്ലാ തരത്തിലും ഒരുപോലെ ആകാൻ വേണ്ടി എനർജിയിലും ഷേപ്പിലും വ്യത്യാസമുള്ള അറ്റോമിക് ഓർബിറ്റിൽ പരസ്പരം ഇൻ്റർമിക്സ് ചെയ്ത് ഒരേ എനർജിയും ഒരേ ഷേപ്പുള്ള പുതിയ ഓർബിറ്റിലായി മാറും. ഇതിനെ വിളിക്കുന്നവരാണ് ഹൈബ്രിഡൈസേഷൻ. ദ പ്രോസസ് ഓഫ് ഇൻ്റർമിക്സിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു? ഇൻ്റർമിക്സ് ചെയ്യുന്നു. അവിടെ പ്രത്യേകം എന്താ? ഹാവിങ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ആൻഡ് ഷേപ്പ്. അല്പം ഷേപ്പിലും എനർജിയിലും വ്യത്യാസമുള്ള അറ്റോമിക് ഓർബിറ്റ് ഇൻ്റർമിക്സ് ചെയ്ത് എന്നുണ്ടാക്കുന്നു? ടു ഫോം ന്യൂ ഓർബിറ്റിൽ, പുതിയ ഓർബിറ്റിൽ ഉണ്ടാക്കും. അതിൻ്റെ പ്രത്യേകം എന്താ? ഹാവിങ് ഈക്വലൻ്റ് എനർജി, ഒരേ എനർജി ആയിരിക്കും, അതുപോലെ ഒരേ ഷേപ്പ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ ഷേപ്പ്. അപ്പോൾ ഹൈബ്രിഡൈസ് ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈക്വലൻ്റ് എനർജി, ഐഡൻറ്റിക്കൽ ഷേപ്പ്. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം സിഗ്മ ബോണ്ട്സ്. ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഉണ്ടാക്കുന്നത് സിഗ്മ ബോണ്ടാണ്. ആ സിഗ്മ ബോണ്ട് സാധാരണ സിഗ്മ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ചെയ്യണം. SP എന്ന് പറയുമ്പോൾ ലീനിയർ ആണ്, 180 ഡിഗ്രി. ഓക്കെ, sp2 ട്രയഗണൽ പ്ലനാർ, അത് 120 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ, 120 ഡിഗ്രി, 120 ഡിഗ്രി. sp3 ടെട്രാഹീഡ്രലാണ്, ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി, 28 മിനിറ്റ്. അടുത്ത ഡി ഓർബിറ്റിൽ വരുന്നു. sp3d എന്താണ്? ട്രയഗണൽ ബൈപിരമിഡ്. അവിടെ രണ്ട് ബോണ്ട് ആംഗിളുണ്ട്, 90 ഡിഗ്രിയും 120 ഡിഗ്രി. ഓക്കെ, sp-ക്ക് ഒരു എക്സാമ്പിളാണ് ബെറീലിയം ക്ലോറൈഡ്. sp2ന് എക്സാമ്പിളാണ് ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഓക്കെ, BF3. sp3ക്ക് എക്സാമ്പിളാണ് മീഥെയ്ൻ ടെട്രാഹീഡ്രൽ, 109 ഡിഗ്രി, 28 മിനിറ്റ്. sp3dക്ക് എക്സാമ്പിളാണ് PCl5. PCl5ൽ 3 ക്ലോറിൻ ഒരു ട്രയഗണൽ പ്ലെയിൻ നിൽക്കും. ഓക്കെ, 120 ഡിഗ്രി, 120 ഡിഗ്രി. ഒന്ന് മുകളിൽ ക്ലോറിൻ, ഒന്ന് താഴെ. ഇവിടെ രണ്ട് തരം റിപ്പൽഷനാണ്, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി. അപ്പോൾ ഈ ആക്സിൽ ബോണ്ട് റിപ്പൽഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ആക്സിൽ ബോണ്ട് ഈ ഇക്വിറ്റോറിയൽ പ്ലെയിൻ റിപ്പൽ ചെയ്ത് അകന്ന് നിൽക്കും. അതുകൊണ്ട് 2 ആക്സിൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ദി 3 ഇക്വിറ്റോറിയൽ ബോണ്ട് ഇൻ PCl5. That explained why all the 5 bonds in PCl5 are not equivalent. PCl5ലെ എല്ലാ 5 ഫോസ്ഫറസ് ക്ലോറിൻ ബോണ്ടും ഒരുപോലെയല്ല. ഏത് നീളം കൂടുതലാണ്? ആക്സിൽ ബോണ്ട് നീളം കൂടുതലാണ്. ആരേക്കാൾ? ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാൾ. എന്താ കാരണം? ആക്സിൽ ബോണ്ട് ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ നിന്ന് വെറും 90 ഡിഗ്രിയേ ഉള്ളൂ. അതുകൊണ്ട് റിപ്പൽഷൻ കൂടുതൽ സഹിക്കേണ്ടി വരും. അപ്പോൾ റിപ്പൽ ചെയ്ത് അകലും. അതുകൊണ്ട് അതിൻ്റെ ബോണ്ട് ലെന്ത് കൂടുതലാണ്. അതുകൊണ്ട് ഈ ആക്സിൽ ബോണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് PCl5 അൺസ്റ്റേബിളാണ്, അല്ലെങ്കിൽ റിയാക്റ്റീവാണ്. അത് പെട്ടെന്ന് പൊട്ടി PCl3 മോർ സ്റ്റേബിൾ PCl3 Cl2 ആയിട്ട് മാറും.